ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മീൻ പിടിച്ചിട്ട് ലൈവായി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ പറഞ്ഞാൽ കപ്പയും മീൻ കറിയും വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്. മലയാളികളുടെ സ്പെഷ്യലാണ് കപ്പയും മീൻ കറിയും. ഒരു വികാരം തന്നെയാണ് മലയാളികൾക്ക് ഒരു വികാരം. കപ്പയും മീൻ കറിയും അതൊരു വികാരമാണ്. ഏത് ഷാപ്പിൽ പോയാലും കപ്പയും മീൻ കറിയും സ്പെഷ്യലാണ്. അതെ ഇല്ലേ, ഷാപ്പിൽ നിന്നല്ലേ? അതെ. അങ്ങനെ നമുക്ക് കേട്ടുള്ള ഭാഗം കളയാം. പീസ് പീസ് ആക്കിയിട്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ കപ്പ തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. അത് ഫ്രഷായി കഴുകിയെടുക്കാം. നമ്മൾ കപ്പ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അത്യാവശ്യം ഉപ്പ് കുറച്ചിട്ടാ നമുക്ക്. കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടാ. അപ്പോൾ നമ്മൾ പിടിച്ച മീൻ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നേരെയാക്കാം. അതായിട്ട് നേരെയാക്കാം. കുഞ്ഞുമീനാണ് കേട്ടോ അത് കാരണം ഇത്തിരി റിസ്ക്കാണ്. വലുതാകുമ്പോൾ നമുക്ക് വലിയത് കൊണ്ട് വെട്ടിയേക്കാം. ഇത് ക്ഷമയും വേണം, ഇത്തിരി റിസ്ക്കും ആണ്. ചെറിയ മീനായതുകൊണ്ട് കാണുമ്പോൾ ചെറുതല്ലേ വിചാരിക്കും. പക്ഷെ ചെറുതിന് ഏറ്റവും കൂടുതൽ സമയമാണ് വെറുപ്പാക്കാൻ. അപ്പം മീൻ ഒന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് കേട്ടോ. ഒരു പ്രാവശ്യമല്ല, 2-3 വട്ടം കഴുകിയെടുക്കണം. ഒന്ന് ഉപ്പ് ചേർത്ത് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളത്തേക്ക് ഇടാം. ഫ്രഷായി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. തേങ്ങയില്ലാണ്ട് ഇടുമ്പോൾ നമുക്ക് മറ്റേ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി എല്ലാം പേസ്റ്റ് പോലെ നന്നായിട്ട് കുത്തിച്ചയച്ചിട്ട് വേണം ഇടണം. മിക്സിയിലിട്ട് അരയ്ക്കുക. നമ്മൾ അരച്ചിട്ടില്ല, നമ്മൾ കുത്തിച്ചയച്ചിട്ടാണ് ചെയ്യാനുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുത്തിച്ചയക്കണം. കുറച്ചല്ല, നന്നായി പേസ്റ്റ് പോലെ കുത്തിച്ചതയ്ക്കുക തന്നെ വേണം. അപ്പോൾ ഇഞ്ചി ഇട്ടാ, അടുത്ത വെളുത്തുള്ളി ഇട്ടാ, ചെറിയ ഉള്ളിയിട്ട് അടുത്തതായിട്ട് പേസ്റ്റ് പോലെ ആയിരിക്കണം അല്ലേ? പേസ്റ്റ് പോയി നന്നായി ചതക്കണം. ചെറുതായിട്ടല്ല, നന്നായി ചതക്കണം. തക്കാളിയാണ് എടുക്കേണ്ടത് കേട്ടോ. തക്കാളി ഏകദേശം ചെറുതായിട്ട് അരിയണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ആഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇഞ്ചി, തക്കാളി, ചെറിയുള്ളി ഇതെല്ലാം വളരെ പേസ്റ്റ് പരുവത്തിലായിരിക്കണം ഇടേണ്ടത്. അടുത്തത് പച്ചമുളക് കേട്ടോ. പച്ചമുളക് 2 അടിഞ്ഞാൽ മതി കേട്ടോ. ഏകദേശം 2 എടുക്കുന്നുള്ളൂ. ആദ്യം ചട്ടി തുടങ്ങി തുടങ്ങാം കേട്ടോ. ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നമുക്ക്. അടുത്തായി ഉലുവ ഇടാം നമുക്ക്. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഇടുക.
നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, വരച്ച് കൊടുക്കണം കേട്ടോ. നന്നായി ഒന്ന് വറക്കണം, ഏകദേശം ബ്രൗൺ കളർ ആകുന്ന വരെയും വതക്കണം കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വതങ്ങിയിട്ടുണ്ട്, ഇതാ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വതങ്ങണം കേട്ടോ ഒന്ന്. അത്യാവശ്യം നന്നായി വതങ്ങിയിട്ടുണ്ട്, നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്തതായി തക്കാളി ഇടാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി പച്ചമുളക് കേട്ടോ. നല്ല മണം വരാൻ തുടങ്ങി, മൂക്കി കുത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വതങ്ങണം കേട്ടോ. ഏകദേശം ബ്രൗൺ കളറും നന്നായി വതങ്ങിയ ശേഷമേ മറ്റേ പൊടികളൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമുക്ക് ഇനി പൊടികൾ ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം നമുക്ക് കേട്ടോ. ആദ്യമായിട്ട് മുളക് പൊടി ഏകദേശം നമ്മളൊരു 1.5 സ്പൂൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 1.5 സ്പൂൺ വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, അടുത്തത് മല്ലിപ്പൊടി, അത് 2 സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. 2 സ്പൂൺ മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി അതൊരു 1/2 സ്പൂണും. അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. മണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. അത്യാവശ്യം കുടംപുളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എത്രത്തോളം ചാറ് വേണം നമ്മൾ അത്രത്തോളം പുളിവെള്ളം ഒഴിക്കണം കേട്ടോ. പൊടിയപ്പോൾ എടുത്തേക്കുന്നത് ഏകദേശം 2 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ വെള്ളം ഒരു ചെറിയതിൽ കഴിക്കുന്നത്, അത് കാരണം അതിനനുസരിച്ചുള്ള ഉപ്പാണ് നമ്മൾ ഇടുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ വന്നിട്ട് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ പുളി വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ച് മീനെടുത്ത് ഇടാം. അപ്പോൾ മീനെടുത്ത് ഇടാം കേട്ടോ നമുക്ക്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കറി എടുക്കാം. അപ്പോൾ നമുക്ക് കപ്പ കൊട്ടാട്ടോ ആദ്യമായിട്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. കപ്പ റെഡി ആയിട്ടുണ്ട്. മണം മൂക്ക കൊല്ലത്. വാ മണല്ലേ. അപ്പോൾ നമ്മൾ എന്താ മീൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാലത്ത് തന്നെ പോയി, കാലത്ത് പിടിച്ച് ഉച്ചയ്ക്ക് വന്ന് ഉച്ചയ്ക്ക് കുക്ക് ചെയ്ത് ഏകദേശം വൈകുന്നേരം ആകാനായിട്ടുണ്ട്. നല്ല വിശപ്പ്, ചോറേ കൊണ്ടിട്ടില്ല, നല്ല വിശപ്പ്. ഇതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. നമ്മൾ പിടിച്ച മീൻ അപ്പം തന്നെ എടുത്ത് കറി വെക്കണത് വേറെ വൈബ് തന്നെയാണ്. കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമ്മൾ പറയാം. ഇത് അവസാനം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവസാനം ചെറുതായി ഉടഞ്ഞോന്ന ഡൗട്ട്, കുഴപ്പമില്ല, നന്നായി വന്നിട്ടുണ്ട്. അത്യാവശ്യം കപ്പയും മീൻ കറി കേട്ടോ, ഒരു രക്ഷയില്ല. കപ്പയും മീനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാ? നന്നായിട്ടില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടാ? നുണ പറഞ്ഞാണല്ലോ അല്ലേ? അത് കുടംപുളി, നമ്മൾ അത് തേങ്ങയിട്ട് വെച്ച സാധനമില്ല. ഇത് കുടംപുളി നമുക്ക് രസിക്കില്ല. പാലക്കാടുകാർക്ക് കുടംപുളി ഇഷ്ടമില്ലാത്ത കാരണം ഇഷ്ടമില്ല. അല്ല, പാലക്കാടുകാർക്ക് കുടംപുളി വെക്കാറില്ല, അവിടെയും അത്യാവശ്യം വെക്കാറുള്ളൂ. നമുക്ക് തേങ്ങ വെച്ച് വെക്കണം, അതാണ് നമുക്കിഷ്ടം. ഞാൻ കുടംപുളി ഇട്ടൊന്നും അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഇത് എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട്. ബോബേട്ടൻ്റെ കൈപ്പുണ്യങ്ങളെന്ന് തോന്നുന്നു. അസല് ഊക്കല്ലേ? എല്ലാ രീതിയിലും നമുക്ക് വെക്കാറില്ല, നമ്മൾ എല്ലാം പരീക്ഷിക്കാമല്ലോ. അതെ, മീനിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് ഗ്രേവിയാണ്. ഗ്രേവി ഒരു രക്ഷയില്ല. മീൻ ഉടഞ്ഞു, അത് കാരണം മീൻ ചെറിയ മീനല്ല, വലിയ മീനാണെങ്കിൽ നിറയെ ഉണ്ടാവും മീൻ. അത് കാരണം മീനിനെ കാട്ടി ഗ്രേവി നന്നായിട്ട് തോന്നും. വിശപ്പിന് അല്ലേ, രക്ഷയില്ല.
നമ്മൾ കാണുന്ന പോലെ കേട്ടാ, നമ്മൾ പരീക്ഷിക്കാറില്ല. നമുക്ക് എന്തായാലും പാലക്കാട്ടുകാർ എപ്പോഴും പരീക്ഷിക്കാറില്ല. എന്നാൽ കപ്പയ്ക്ക് മീൻ കറി തന്നെയാണ് ബെസ്റ്റ്. ഒരു രക്ഷയില്ല ടേസ്റ്റ് കേട്ടോ. ഗ്രേവി കൂട്ടി കഴിക്കുമ്പോഴേ രക്ഷയില്ല. നമ്മളൊക്കെ വെറുതെ കപ്പ വാങ്ങിച്ച് കറി വെച്ചിട്ടോ അല്ലെ പുഴുക്കിയിട്ട് തിന്നുള്ളൂ. മീൻ കറിയോട് പരീക്ഷിക്കില്ല, ഇതൊരു രക്ഷയില്ല.